Dear students, നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഫോമുലയാണ് ഇനി നോക്കുന്നത്. ഫസ്റ്റ് വൺ, ആനുവൽ ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ്. ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ. ഇപ്പോൾ Q/2 ആവറേജ് ആയതുകൊണ്ടാണ് by 2 ഇൻറ്റു IC എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. ദെൻ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ഡ്യൂറിങ് എ ഇയർ ഈസ് ഈക്വൽ ടു ആനുവൽ ഡിമാൻഡ് D ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ആനുവൽ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുമ്പം ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ കൂടി വരും. ദെൻ ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് പ്ലസ് ആനുവൽ ഓർഡറിങ് കോസ്റ്റ് ആണ് വരും. അപ്പം മേലത്തെ തന്നെ രണ്ട് ഇക്വേഷനും കൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് മറ്റൊരു ഇക്വേഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. Okay, then EOQ is attained when the annual ordering cost for the material is equal to annual carrying cost. EOQ എപ്പോഴാണ് കിട്ടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ആനുവൽ ഓർഡറിങ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ കണ്ട ഇക്വേഷനാണ് ആവറേജ് ഇൻറ്റു കോസ്റ്റ്. ദെൻ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ ബൈ Q സ്ക്വയർ എന്നാകും. അപ്പോൾ രണ്ട് സൈഡും ഇക്വേഷൻ്റെ രണ്ട് സൈഡും Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇവിടെ Q സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഇത് നമുക്ക് Q സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഫൈനൽ ഇക്വേഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. EOQൻ്റെ ഫൈനൽ ഇക്വേഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഡെറിവേഷൻ ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ EOQൻ്റെ ഇക്വേഷൻ. EOQ ഇസ് ഈക്വൽ ടു √2AD ബൈ IC, ദാറ്റ് ഈസ് ഓർഡറിങ് കോസ്റ്റ്. A എന്ന് പറയുന്നത് എന്താണ്? ഓർഡറിങ് കോസ്റ്റ് ആണ്. D എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ് ആണ്. ഇപ്പോൾ മാറിപ്പോകരുത്, A എന്ന് പറയുമ്പോൾ ആനുവൽ ഡിമാൻഡ് അങ്ങനെ വിചാരിക്കരുത്. D ആണ് ഡിമാൻഡിൻ്റെ. ഓക്കെ, IC എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഫോമുല. ഇപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കേണ്ട, ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ വേറെ ഇമ്പോർട്ടൻറ്റ് ഫോമുലാസ് എന്ന് പറയുന്നത് ഒപ്റ്റിമം നമ്പർ ഓഫ് ഓർഡേഴ്സ് ഓർ മാനുഫാക്ചറിങ് റൺസ് പെർ ഇയർ എന്ന് പറയുന്നത് ഡിമാൻഡ് ബൈ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി D/Q എന്ന് പറയുന്നതാണ്. ദെൻ ഒപ്റ്റിമം ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് ഓർ എക്കണോമിക് റിവ്യൂ പീരീഡ് ഇൻവെൻട്രി സൈക്കിൾ ആണ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ ആൻ ഇയർ ഡിവൈഡഡ് ബൈ N. Okay, minimum total yearly inventory variable cost TVC, total variable cost or total annual expected cost is equal to annual inventory carrying cost plus annual ordering cost ആണ്. ഓക്കെ, അപ്പോൾ TCQ എന്താണെന്ന് പഠിക്കണം. ദാറ്റ് ഈസ് √2DZ0HCH or Q star into CH എന്നാണ് അവിടെ പറയുന്നത്. ദെൻ Q എന്ന് പറയുന്നത് 2 ഇൻറ്റു ദാറ്റ് ഈസ് EOQ. Q എന്ന് പറയുന്നത് EOQ ആണ്. അതിൻ്റെ ഇക്വേഷൻ അവിടെ തന്നിരിക്കുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് ദെൻ EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വിൽ ബി Q, ദാറ്റ് ഈസ് അന്നേരം നമ്മുടെ ചെറിയ ഡിഫറൻസ് വരുന്നത് 2DC0C ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫോമുലാസ്. ഇത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പം ആനുവൽ കോസ്റ്റ് ഇവിടെ EOQ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് വൺ ഇസ് ഓർഡറിങ് കോസ്റ്റ്, ദിസ് ഇസ് ക്യാരിയിങ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഉണ്ട്. ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നിന്നും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വരെ എത്താനുള്ള ആ ഒരു ഹൈറ്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? EOQ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആനുവൽ യൂസേജ് എത്രയാണ്? 500 പീസസ്. കോസ്റ്റ് പെർ പീസ് 100 ആണ്. ഓർഡറിങ് കോസ്റ്റ് 10 പെർ ഓർഡർ. ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് 20% ഓഫ് ദ ആവറേജ് ഇൻവെൻട്രി. ഇപ്പോൾ D എന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത് 500 ആണ്. C0 എന്ന് പറയുന്നത് 10 ആണ്. ഓർഡറിങ് കോസ്റ്റ് 10. H എന്ന് പറയുന്നത് 100 ആണ്. ഒരു പീസിൻ്റെ ആണ് പറയുന്നത് H എന്ന് പറയുന്നത്. 100 ഇൻറ്റു 20%, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ആണ് 20 റുപ്പീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എന്താണ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഇൻറ്റു ഡിമാൻഡ് ഇസ് 500. ഡിമാൻഡ് ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് ആനുവൽ ഡിമാൻഡ് ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ ഹോൾഡിംഗ് കോസ്റ്റ് ക്യാരിയിങ് കോസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 22 പീസസ് എന്ന് കിട്ടും. EOQ എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ്. ഏറ്റവും എക്കണോമിക്കലി നമുക്ക് എങ്ങനെ ഓർഡർ ഏതൊരു പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ ഇനി ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണത്. അപ്പോൾ അത് പീസസ്, അതായത് അത് റുപ്പീസ് ഒന്നും ആയിരിക്കില്ല, അത് ക്വാണ്ടിറ്റി ആണ് പറയുന്നത്. അടുത്തത് ഒരു പ്രോബ്ലം കൂടെ നോക്കാം നമുക്ക്. എക്ടെക് കമ്പനി സെൽസ് ഹാർഡ്വെയർ ഐറ്റംസ് കൺസിഡറിംഗ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. സെയിൽസ് എന്ന് പറയുന്നത് 10,000, ദാറ്റ് ഈസ് ഡിമാൻഡ്. ദെൻ ഓർഡറിങ് കോസ്റ്റ് 25 പെർ ഓർഡർ ആണ്. ദെൻ ക്യാരിയിങ് കോസ്റ്റ് 12% ഓഫ് ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ 12% ഓഫ്
10,000 12% ആണ്. ദെൻ ഡയറക്റ്റ്ലി ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുത്താൽ മതി. സി എത്രയാണ് തന്നിട്ടുണ്ട്? ഓർഡറിങ് കോസ്റ്റ് 25, ദെൻ ക്യാരിയിങ് കോസ്റ്റ് 12.5% ഓഫ് 10,000, ദാറ്റ് ഈസ് 0.125. ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് 2,000 കിട്ടി. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒപ്റ്റിമൽ സൈസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ ആൻഡ് സൈക്കിൾ പീരീഡ്. 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇഒക്ക് കിട്ടി. അടുത്തത് നമ്മൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, ഡിമാൻഡ് ബൈ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട്, ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 2,000 ആണ്. ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇഒക്യു. ഓക്കെ, സോ 5 എന്ന് നമുക്ക് കിട്ടി. ദെൻ സൈക്കിൾ പീരീഡ് ആണ് കാണേണ്ടത്. സൈക്കിൾ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ എൻ ഇയർ ബൈ 5 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ ആണ്. 365 5 എന്ന് പറയുമ്പം 73 ഡേയ്സ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് സോൾവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ക്യൂ എന്ന് പറയുന്നത് ഇഒക്യു ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈക്കിൾ പീരീഡ് കിട്ടും. അടുത്തത് ഇഒക്യു വിത്ത് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് ഡിമാൻഡ്. ഒരു ഡിമാൻഡ് തന്നപ്പോഴുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് ഡിമാൻഡ് ആണെങ്കിലോ, assumption given in basic equation are same except demand. Demand മാത്രം മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. Here we assume that the demand varies from period to period. The objective is to determine the order size or the production quantity in each period that will minimize. അപ്പോൾ ഇവിടെ ഡിമാൻഡിൽ മാത്രമേ മാറ്റം വരുത്തുന്നുള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സപ്പോസ് ദ ക്വാണ്ടിറ്റി ഓർഡേർഡ് ഇൻ ഈച്ച് പീരീഡ് ഇസ് ക്യൂ. ക്വാണ്ടിറ്റി ക്യൂ ആണ്. ദെൻ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ടോട്ടൽ ടൈം പീരീഡ് ടി ആണ്. ദെൻ എൻ എന്ന് പറയുന്നത് ഡി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു സി എച്ച് ഇൻറ്റു, അത് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷനാണ്, നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഡി ബൈ ക്യൂ C0 എന്ന് പറയും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു √2 ഇൻറ്റു DZ0 ബൈ TCH. ഇത് എല്ലായിടത്തും സെയിം തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രം. ഇപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. PQR Plumbing Company stocks of thousands of plumbing items sold to regional plumbers, contractors and retailers. M.R. Ravi, the firm general manager, wonders how much money could be saved annually if EOQ were used instead of firm present rule of thumb. He instructs Mr. Jitesh to conduct an analysis of one material only to examine if significant savings might result from using the EOQ. അപ്പം EOQ അവിടെ ഇംപ്ലിമെൻറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ EOQ യൂസ് ചെയ്താൽ എത്ര സേവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത് 10,000 ആണ്. ക്യൂ 400 ഓർഡേഴ്സ് ആണ്. ദെൻ 4 പെർ ഇയർ ആണ്. ഓക്കെ, അപ്പോൾ C0 എന്ന് പറയുന്നത് 55 ഓർഡർ ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കണ്ടുപിടിക്കുന്നു? ആദ്യം നമ്മൾ ടോട്ടൽ ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് ഇഒക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നമുക്കതിൽ CH വേണം, Z0 വേണം. ഓക്കെ, അപ്പം അതിൽ ഇൻറ്റു CH എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ സ്റ്റോക്കിംഗ് കോസ്റ്റും വേണം, ഇഒക്യും കണ്ടുപിടിക്കണം, രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ D ബൈ Q ഇൻറ്റു Z0 പ്ലസ് Q ബൈ 2 ഇൻറ്റു CH. അപ്പോൾ എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആക്ച്വലി നമുക്കത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. സോ ഫസ്റ്റ് വി ഫൈൻഡ് ദ ആനുവൽ സ്റ്റോക്കിംഗ് കോസ്റ്റ് ആൻഡ് ദെൻ വി മൂവ് ടു ഇഒക്യു ഹിയർ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2DC0 ബൈ CH ആണ്. സോ വി വിൽ മൾട്ടിപ്ലൈ 2 into 10,000 into 55 by 4 all root. Then we will get an answer like 524.40 units. So it is concluded that Mr. Ravi, according to Mr. Ravi, general manager, he can save up to 524 point he can make a savings in his company if he ordered economically when the raw material reaches 524.40 units എന്നാണ് പറയുക. Okay, അപ്പോൾ economic order quantity means the quantity or the level at which the company can place a order very economically. Economical ആയിട്ട് അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിനാണ് നമ്മൾ economic order quantity എന്ന് പറയുന്നത്. Okay. Then problem of EOQ with finite replenishment. The model is just like EOQ model 1 with only one difference. Model 1 എന്തായിരുന്നു? അവിടെ demand is
സ്റ്റേബിൾ, ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് കേസിൽ വി ഹാവ് സീൻ മോർ ഡിമാൻഡ്സ്. The difference is one on the time to replenish inventory. In this case, it is assumed that the replenishment of the supply is gradual. We can see that in many situations, the amount ordered is not delivered once. Okay, but the order quantity is sent or received gradually over a length of time with a finite supply. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫൈനൈറ്റ് റീപ്ലെനിഷ്മെൻ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, അതിൽ അസംഷൻസ് ഉണ്ട്. ഡിമാൻഡ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. ഡിമാൻഡ് കണ്ടിന്യൂസ് ആണ്, പ്രൊഡക്ഷൻ ഉണ്ട്, ദെൻ സപ്ലൈ പ്രൊഡക്ഷൻ പെർ ഇസ് ഗ്രേറ്റർ ദാൻ ദ യൂസേജ്. സപ്ലൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ആണ്. ദെൻ പ്രൊഡക്ഷൻ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ സെറ്റപ്പ്. പ്രൊഡക്ഷന് ലാഗ് വരുന്നില്ല, പ്രൊഡക്ഷൻ കോസ്റ്റ് ഫിക്സ്ഡ് ആണ്. റീപ്ലെനിഷ്മെൻറ്റ് നടക്കുന്നുണ്ട്, ഫൈനൈറ്റ് റീപ്ലെനിഷ്മെൻറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ EOQ എത്രയാണ് എന്നാണ്. പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക ഈ ഒരു കേസിൽ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. EOQ, ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഇവിടെ ഒരു P എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. പ്രൊഡക്ഷൻ മൈനസ് D എന്ന് പറയുന്ന ഒരു P, and simultaneously decreases at the rate of D. Therefore, the inventory gradually build up at the rate of P minus D units during a production run and decreases at the rate D between the production runs. അപ്പോൾ അവിടെ P എന്ന് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി അവിടെ വരുന്നുണ്ട്. ദെൻ ക്യാരിയിങ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? Q/2 ഇൻറ്റു P മൈനസ് D ബൈ P. CH എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സെറ്റപ്പ് കോസ്റ്റ് ആണ്. ടോട്ടൽ മിനിമം വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെയും ആ ഒരു Pൻ്റെ ഒരു എലമെൻറ്റ് വരുന്നു. ദെൻ ഒപ്റ്റിമം നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺസ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. Nൻ്റെ ഇക്വേഷൻ, Tൻ്റെ ഇക്വേഷൻ. ദെൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് D ഇൻറ്റു C പ്ലസ്, ഇക്വേഷൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ദെൻ നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. So Rajiv, a contractor, has to supply 5,000 bearings per day to an automobile manufacturer. He finds that when he started a production run, he can produce 20,000 bearings per day. The cost of holding a bearing in stock for 1 year is ₹1 and setup cost തന്നിട്ടുണ്ട് 900 ആണ്. So it is assumed that the total working days എന്ന് പറയുന്നത് 300 ആണ്. ഓക്കെ, 300 വർക്കിംഗ് ഡേയ്സ് ഉണ്ട്. D എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് എന്ന് പറയുന്നത് 5,000 bearings per day ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 5,000 bearings per day. സോ ഡിമാൻഡ് വിൽ ബിക്കം 5,000 ഇൻറ്റു 300, ദാറ്റ് ഈസ് 15 lakh എന്ന് വരും. ദെൻ CH എന്ന് പറയുന്നത് എത്രയാണ്? ₹1 ആണ്. C0 എന്ന് പറയുന്നത് 900 ആണ്. ഡിമാൻഡ് D ആണ്, സ്മോൾ d ഈസ് D 5,000 ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 20,000 ആണ്. Then Q എന്ന് പറയുന്നത് എന്താണ്? We can find Q by using the equation which have already given, that is root of 2 into D0 by CH into P by P minus D. So we can find the answer by directly substituting to the equation. Okay, so we can find the EOQ as 60,000 bearings. Then we can also find the T can be calculated by the equation Q by EOQ by D. Length of production cycle Q by P. So when we are seeing this, we can identify the equations are much complicated, but the calculation is simple. If we have a proper idea of the equation which can be used at in such any situation, or the equation which is to be used in a situation, we can find the answer easily. Okay, then next situation is that deterministic inventory problem with shortages. Probabilistic ആയിരുന്നു നമ്മൾ കണ്ടത്. This is deterministic with shortages. ഇവിടെ ഷോർട്ടേജ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ സിറ്റുവേഷനിൽ ഡിമാൻഡ് എക്സീഡ് സപ്ലൈ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഷോർട്ടേജസ് വരുന്നുണ്ട്. All the above models which are discussed above are based on assumption that there is no shortage cost. Due to that, there is trade-off between ordering cost and carrying cost. Ordering and carrying തമ്മിൽ അവിടെ trade-off നടന്നു പോയി. So there is no shortages actually. But there are situations in which gain may occur due to shortage. When a customer seeks the product and finds the inventory empty, the demand can either go unfulfilled or be satisfied later when the product became available. Okay, we can see the equation. A shortage in situation two category ആയിട്ട് തിരിച്ചിട്ടുണ്ട്. As soon as the desired unit of a certain commodity arrive in inventory, the back order is satisfied. Okay,
അപ്പം ഇവിടെ ബാക്ക് ഓർഡർ അപ്പം തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നു. ദെൻ ഷോർട്ടേജസ് ആർ ലോസ്റ്റ് സെയിൽസ്. ആ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇപ്പോൾ പ്രോബ്ലം ഓഫ് EOQ വിത്ത് ഇൻസ്റ്റൻറ്റേനിയസ് പ്രൊഡക്ഷൻ ആൻഡ് വേരിയബിൾ ഓർഡറിംഗ് കോസ്റ്റ്, ഓർഡർ സൈക്കിൾ, കോസ്റ്റ് അല്ല സൈക്കിൾ. In this case, the inventory system runs out of stock for a certain period of time. That is, shortages are allowed. Shortages allowed in a situation la shortage cost per unit of time. CS എന്ന് പറയുന്നത് shortage cost, T എന്ന് പറയുന്നത് time between the receipt of an order and when the inventory level drops to 0. ഒരു ഓർഡർ കിട്ടി, ഇൻവെൻട്രി ലെവൽ 0 വന്നു, അതിൻ്റെ ഇടയ്ക്കുള്ള ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ T എന്നിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ T2 എന്ന് പറയുന്നത് ടൈം ഡ്യൂറിങ് വിച്ച് ബാക്ക് ഓർഡർ ഓർ ഷോർട്ടേജ് എക്സിസ്റ്റ്, ടൈം ബാക്ക് ഓർഡറോ അല്ലെങ്കിൽ ഷോർട്ടേജോ ഉള്ളപ്പോൾ. ദെൻ ടോട്ടൽ സൈക്കിൾ എന്ന് പറയുന്നത് T1 പ്ലസ് T2 ആണ്. TVC എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ക്യാരിങ് കോസ്റ്റ് പ്ലസ് ഷോർട്ടേജ് കോസ്റ്റ് കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ. At the end of the interval, T an amount Q is produced or delivered. Amount Q has been divided into Q1 and Q2. അപ്പോൾ Q1 പ്ലസ് Q2 എന്ന് പറയേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇക്വേഷൻസ് നോക്കാം. ടോട്ടൽ ഇൻവെൻട്രി ഓവർ ടൈം പീരീഡ് Q1/2 ഇൻറ്റു ആവറേജ് ആണ്. ആവറേജ് ഓഫ് Q ഇൻറ്റു ടൈം T1, ആ ഗ്യാപ്പ് ടൈം. ഓക്കെ. ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത് അതിൻ്റെ ഡിവൈഡഡ് ബൈ ഒരു T കൂടെ വരും. ഓക്കെ. Then annual cost associated runs of size Q is equal to അവിടെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് NC0 എന്ന് പറയുന്നു. ദെൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് CH 1/2 Q1 T1 പ്ലസ് CS 1/2 Q2 T2 ഡിവൈഡഡ് ബൈ T പ്ലസ് D/Q C0. Q എന്ന് പറയുന്നതിൽ ഡിഫറൻസ് ഒന്നുമില്ല, അവിടെ ഒരു എക്സ്ട്രാ സംഭവം കൂടി വരുന്നുണ്ട് എന്നതൊഴിച്ചാൽ. ദെൻ ഒപ്റ്റിമൽ ഇൻവെൻട്രി കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് ആൻഡ് മാക്സിമം ഇൻവെൻട്രി ലെവൽ, ദാറ്റ് ഇസ് ക്വാണ്ടിറ്റി മൈനസ് Q1. ഒപ്റ്റിമം ഷോർട്ടേജ് ലെവലും തന്നിട്ടുണ്ട്. ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ എന്താ പറയുക, ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 20,000 യൂണിറ്റ്സ്, ഓർഡറിംഗ് കോസ്റ്റ് 20 പെർ ഓർഡർ, പ്രൈസ് 20 പെർ യൂണിറ്റ്, ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് 20%. Okay, dealer is considered with the possibility of allowing some back order ഉണ്ട് അവിടെ. He was estimated that the annual cost of back ordering will be 25%. What should be the optimal number of units? What quantity of product should be allowed? What would be the maximum quantity of inventory? What would you recommend allowing back ordering? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ D എന്ന് പറയുന്നത് 20,000 ആണ്, C തന്നിട്ടുണ്ട്, P തന്നിട്ടുണ്ട്, CH തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കണ്ടുപിടിക്കാം, ഈ Q കണ്ടുപിടിക്കാം അല്ലേ. 2DC0/CH ആണ്. അപ്പോൾ 447 എന്ന് നമുക്ക് Q കിട്ടും. വെൻ ബാക്ക് ഓർഡേഴ്സ് ആർ പെർമിറ്റഡ്, അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റീൻ്റെ ഇക്വേഷൻ മാറി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ക്വാണ്ടിറ്റീൻ്റെ ഇക്വേഷൻ നമ്മൾ എല്ലാ സിറ്റുവേഷനിലും പഠിച്ചു വെക്കണം. ദാറ്റ് ഈസ് EOQൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ EOQൻ്റെ ഇക്വേഷൻ ഇവിടെ ബാക്ക് ഓർഡർ പെർമിറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ അഡീഷൻ കൂടിയുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 600 യൂണിറ്റ്സ് എന്ന് കിട്ടും. ദെൻ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ Q ഇൻറ്റു CH/CH പ്ലസ് CS ആണ്. ഓക്കെ. ദെൻ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി അറ്റ് എനി ടൈം എന്ന് പറയുന്നത് Q മൈനസ് Q1 ആണ്. ദെൻ മിനിമം വേരിയബിൾ ഇൻവെൻട്രി കോസ്റ്റ് ഇൻ കേസ് വർ സ്റ്റോക്ക് ഔട്ട് ആർ നോട്ട് പെർമിറ്റഡ്. TVC എന്ന് പറയുന്നത് ഇക്വേഷൻ തന്നിട്ടുണ്ട്. TVCൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ നമ്മൾക്ക് ബാക്ക് ഓർഡർ പെർമിറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടായ ഒരു എക്സ്ട്രാ ആണിത്. ദെൻ TVC is less when back orders are permitted. That is, total variable cost is less when back orders are permitted. Hence, dealer should accept the proposal. അപ്പോൾ നമുക്കിവിടെ ബാക്ക് ഓർഡർ ചില സമയങ്ങളിൽ ഗെയിൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് ചോദിക്കുന്നത് whether it is profitable to accept back orders or not എന്ന ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. So, we should check the total variable cost before and after accepting back orders and we can find which one is better. ചില കേസസിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ടു അക്സെപ്റ്റ് ബാക്ക് ഓർഡേഴ്സ്. അപ്പോഴായിരിക്കും നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറവ് വരിക. ലൈക്ക് ഇൻ ദിസ് കേസ് it is profitable for the dealer to accept back orders. Then problems of EOQ with instantaneous production and fixed order cycle. അപ്പോൾ ഇവിടെ എന്താ റീഓർഡർ സൈക്കിൾ ടൈം എന്ന് പറയുന്ന ഒരു ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ബാക്ക് ഓർഡേഴ്സ് ആണ്, ഇവിടെ റീഓർഡർ ദാറ്റ് ഈസ് ഇൻവെൻട്രി സപ്ലൈഡ് ഓർ റീപ്ലനിഷ്ഡ് ആഫ്റ്റർ എവറി ഫിക്സ്ഡ് പീരീഡ് ഓഫ് ടൈം. Q is equal to D into T
D is the demand rate per unit. Q is the fixed lot size. Total inventory എന്ന് പറയുന്നത് T1 is equal to 1 by 2 Q1 T1. Total amount of shortage T2 എന്ന് പറയുന്നത് half Q2 T2. Production എന്ന് പറയുന്നത് half രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രോബ്ലം എന്താ? Problem തന്നിട്ടുണ്ട്. Commodity supplied at constant rate of 50 units per day. A penalty cost will be charged at the rate of rupees 20 per unit per day if it late for missing the scheduled delivery date. The cost of carrying the commodity in inventory is rupees 32 per unit per month. The production process is such that each month a batch of item is started and is available for delivery anytime after the end of the month. Find the optimal level of inventory at the beginning of each month. But D 50 ആണ്, CH 32 per by 30 ആണ്, and CS തന്നിട്ടുണ്ട് 20 ആണ്. ഒപ്റ്റിമൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ തന്നെ ഇക്വേഷൻ ആണ്. DT the D into T ടൈം കൂടെ അവിടെ കൺസിഡർ 30 days എന്ന് പറയുന്ന ടൈം കൂടെ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. So this is how we can solve this problem.